വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു കാലത്ത് മലയാളികൾക്കേറെ ഇഷ്ടപ്പെട്ട താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിന്നു. മീനാക്ഷി എന്ന മകളും ഇരുവർക്കും പിറന്നു. 1998 മഞ്ജു വാര്യർ ദിലീപ് വിവാഹം. 14 വർഷത്തിന് ശേഷം 2014 ഇരുവരും വിവാഹം മോചിതരാകുകയും ചെയ്തു. ഇവരുടെ വിവാഹം പോലെ ഏറെ ചർച്ചയായതായിരുന്നു വിവാഹമോചനവും. ഇപ്പോഴത്തെ ദിലീപിന്റെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യരുമായുള്ള വിവാഹത്തിന് ശേഷമാണ് തന്റെ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്നായിരുന്നു 2004 ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത്. സംവിധായകൻ ശാന്തിവിള ദിനേശാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ദിലീപിന്റെ ഈ പഴയ അഭിമുഖത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താണ് പഞ്ചാബി ഹൗസ് റിലീസ് ചെയ്യുന്നത്. അത് ഹിറ്റായ സമയത്തായിരുന്നു എന്റെ കല്യാണം. അതുവരെ ഞാൻ സിനിമയെ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല. കല്യാണം കഴിഞ്ഞതോടെ ഞാൻ സീരിയസ് ആയി. അവൾ അത്ര നല്ല സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് എന്റെ കൂടെ വന്നത്. അവൾ തിരഞ്ഞെടുത്ത വഴി തെറ്റിയെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. അവൾ വലിയ നടിയാണ്. അവളുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും ദിലീപ് പഴയ അഭിമുഖത്തിൽ പറയുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഒഴുക്കിനെതിരെ നീന്തലായിരുന്നു. കാരണം എല്ലാവരും എനിക്കെതിരായിരുന്നു. പിന്നീടാണ് ഞാൻ അഭിനയത്തിന്റെ തന്ത്രം പഠിച്ചതെന്ന് പറയാമെന്നും ദിലീപ് പറയുന്നു. തലക്കനം കൂടിയുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് തലയിൽ എന്തെങ്കിലും വേണ്ടേ എന്നാണ് ദിലീപ് ഉത്തരം നൽകുന്നത്. തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പടം നിർമ്മിക്കുമോ? കിട്ടുന്ന കാശ് ബാങ്കിലിട്ട് ഞാൻ വീട്ടിൽ പോകില്ലേ? മലയാള സിനിമയിലെ ഏറ്റവും ബുദ്ധിമാന്മാർ മമ്മൂക്കയും ജയറാമേട്ടനുമാണ്. കിട്ടുന്ന കാശ് മറ്റു കാര്യങ്ങളിൽ നിക്ഷേപിച്ച് ഒരു ടെൻഷനുമില്ലാതെ സുന്ദരമായി അവർ ജീവിക്കുന്നു. ബുദ്ധിമതിയായ നടി മഞ്ജു വാര്യർ തന്നെയാണ്. അവർ എന്നെ കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ സിനിമ വിട്ടില്ലേ? ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ സിനിമ വിട്ടതെന്നും ചിരിച്ചുകൊണ്ട് ദിലീപ് പറയുന്നു. മലയാള സിനിമയിലെ ബുദ്ധിയിൽ MBA ഉള്ള മമ്മൂട്ടി തന്നെയാണ്. നിത്യജീവിതത്തിൽ പോലും പല മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ അറിവുണ്ട്. കാലത്തിനൊത്ത് സ്വയം പുതുക്കുന്ന നടനാണ് അദ്ദേഹം. മകൾ മീനുട്ടിക്ക് മീശമാധവൻ ഏറെ ഇഷ്ടമാണ്. കുഞ്ഞിക്കൂനൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് അഴിക്കാതെ വീട്ടിൽ പോയിരുന്നു. കൂന് മാത്രം ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ എന്നെ കണ്ട മീനുട്ടി എന്നോട് ആരാണെന്ന് ചോദിച്ചു. അച്ഛന്റെ ചേട്ടനാണെന്നായിരുന്നു ഞാൻ നൽകിയ മറുപടി. ആ വേഷത്തിൽ 1-2 തവണ കൂടി ഞാൻ വീട്ടിൽ പോയി. അപ്പോഴൊക്കെ വലിയച്ഛ എന്നായിരുന്നു മീനുട്ടി വിളിച്ചത്. അച്ഛനെ മനസ്സിലായില്ലെന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ആ വേഷത്തിൽ ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അച്ഛ വേണ്ടച്ഛ എന്ന് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, എനിക്ക് വിഷമം ആകേണ്ടെന്ന് കരുതി അവൾ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏത് വേഷത്തിൽ ചെന്നാലും അവൾക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കുമെന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു. അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ്. കൈനിറയ ചിത്രങ്ങളാണ് ഇരുവർക്കും. ദിലീപിന്റെ ദ പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് റിലീസ് ചെയ്തത്. നടൻ വിനീത് കുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം. വിവാഹ മോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും ചുവടുറപ്പിച്ചു. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെയും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ബോളിവുഡിലും നടി ചുവട് വയ്ക്കുന്നതായി വാർത്തകളുണ്ട്.